നമസ്കാരം. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വേഗമാണ് മാറുന്നത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തല അതൃപ്തി പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുക്കം അദ്ദേഹം ഹൈക്കമാൻഡ് തീരുമാനത്തോട് യോജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹൈക്കമാൻഡ് തീരുമാനത്തോടുള്ള തന്റെ അതൃപ്തി കുറഞ്ഞതായും ഹൈക്കമാൻഡ് തീരുമാനത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നതായും താനൊരു പൂർണ്ണമായും ഒരു പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടിക്ക് വിധേയനായി നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിനു ശേഷം തന്റെ സീനിയോറിറ്റി പരിഗണിച്ചില്ല, തന്റെ അച്ചടക്കം പരിഗണിച്ചില്ല തുടങ്ങിയ പരാതികൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം അത് മാറ്റുകയാണ്. തികഞ്ഞൊരു പാർട്ടി പ്രവർത്തകനാണ് രമേശ് ചെന്നിത്തല എന്ന് കൃത്യമായി അടിവരയിടുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നിലപാടുകൾ. എന്തായാലും വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ഘട്ടത്തിൽ അദ്ദേഹം ഇന്നലെ രാത്രിയോടെ ഉമ്മൻചാണ്ടിയുടെ വീട് സന്ദർശിച്ചിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബവും ഒത്തുമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പിണറായി വിജയനെ കാണാൻ പോകും, ഇന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാലും പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകടമാകുന്നത് രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ കൂടിയാണ്. ഉമ്മൻചാണ്ടിയുടെ തലസ്ഥാനത്തെ പുതുപ്പള്ളി വീട്ടിലെത്തി വൈകാരികമായ സ്മരണകൾ പങ്കുവച്ച സതീശൻ ഒരു വശത്തും മുഖ്യമന്ത്രി പദവി കൈവിട്ടു പോയതിലെ അതൃപ്തി മൗനത്തിലൂടെ പ്രകടിപ്പിച്ച് ഗുരുവായൂരിൽ തുടരുന്ന രമേശ് ചെന്നിത്തലയും മറുവശത്തുമുണ്ട്. എന്നാലും നിയുക്ത മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കാനാണ് വി.ഡി. സതീശൻ ആദ്യം സമയം കണ്ടെത്തിയത്. പുതുപ്പള്ളിയിലെ വീട്ടിൽ അദ്ദേഹം എത്തി. തിരുവനന്തപുരത്തു നിന്നും ഓർമ്മകൾക്ക് മുന്നിൽ വികാരാധീനനായി. 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടം തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുവർണ്ണ കാലമാണെന്നും സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സഭയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ തനിക്ക് നൽകിയ പ്രോത്സാഹനങ്ങളെ അദ്ദേഹം നന്ദിയോടെ സ്മരിച്ചു. മന്ത്രിയാകാത്തതല്ല, മറിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാകാൻ കഴിയാത്തതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമെന്നും സതീശന്റെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നു. എന്തായാലും അധികാരത്തിന്റെ പത്രാസിനിടയിൽ പാവപ്പെട്ടവരെ മറക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. 10 വർഷം നീണ്ടുനിന്ന പിണറായി സർക്കാരിനെ അടിതെറ്റിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ടീം UDFനെ ഉറപ്പ് നൽകി ടീം UDFനെ നയിച്ച് കേരളത്തിൽ ഐതിഹാസികമായ വിജയം 102 സീറ്റ് എന്ന ഐതിഹാസിക വിജയത്തിലേക്ക് UDFനെ എത്തിച്ചത്. എന്തായാലും വളരെ പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയുടെ അമിതഭാരവുമുണ്ട്. വരുന്ന ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണരീതികൾ കണ്ടു തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്നും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തെ നയിക്കാൻ ഏറ്റവും യോഗ്യൻ സതീശനാണെന്നും തന്റെ പിതാവിനോടുള്ള അതേ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നതെന്നും ചാണ്ടി ഉമ്മൻ മറുപടിയായും പറഞ്ഞു. എന്നാൽ വി.ഡി. സതീശൻ സജീവമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ നിർണായകമായ CLP യോഗം പോലും ബഹിഷ്കരിച്ച് ഗുരുവായൂരിലെ മൗനത്തിലായിരുന്നു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. ഇന്നലെ മുഖ്യമന്ത്രി പദവിയിലേക്ക് അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ട അദ്ദേഹം തീരുമാനം വന്നതിന് ശേഷം കടുത്ത അതൃപ്തിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അതൃപ്തി കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹൈക്കമാൻഡ് തീരുമാനങ്ങളോട് അംഗീകരിക്കുന്നതായും പറഞ്ഞു. എന്തായാലും ഗുരുവായൂരിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം തുടരുകയാണ്. പുതിയ മുഖ്യമന്ത്രിക്ക് ആശംസകൾ ഇതുവരെ നേർന്നിട്ടില്ല, പക്ഷേ ഉടൻ നേരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.